ഭയം ഉണ്ടായി. ആ ഭയത്തെ എങ്ങനെ മാറണത്? ഉടമ്പടി വഴിയാണ് ഭയം മാറണത്. കുർബാനയും ഒരു ഉടമ്പടിയാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിൻ്റെ ഭയം മാറേണ്ടതാണ്. പക്ഷേ നിനക്ക് അതിൻ്റെ അകത്ത് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണില്ല. നീ ഒരു ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് നീ അത് കുർബാന ഞാൻ പറയും നാക്കുകൊണ്ട് അടിച്ചു മാറണമെന്ന് പറയും. 100 പേര് കുർബാന സ്ഥിരിച്ചാൽ അതിൽ 80 പേര് നാക്കുകൊണ്ട് കുർബാന അടിച്ചു മാറുന്ന പാർട്ടിയാണ്. കാര്യം അവർ കുർബാനയാണെന്നറിയത്തില്ല, കുർബാന എന്താണെന്നറിയത്തില്ല. കുർബാനയ്ക്ക് വേണ്ടി ഒരു മനസ്സ് ഒരു 5 മിനിറ്റ് പോലും ഏകാഗ്രമായിട്ട് കർത്താവിനെ ഓർക്കണില്ല. കർത്താവിനെ കുറിച്ച് ചിന്തിക്കണില്ല, ആരാണ് വന്നെന്ന് ഓർക്കണില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ വേറെ ലോകത്തേക്ക് പോയിട്ട് അങ്ങനെ ഒരാളെ സ്വീകരിച്ചതിൻ്റെ തെളിവ് പോലും ഇല്ല. മരണം സംഭവിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത് ഇന്നും നടക്കുന്നത് കുർബാന സ്വീകരിച്ച് പള്ളിക്ക് പുറത്തിറങ്ങുന്ന മനുഷ്യരുടെ മനസ്സിലാണ്. ശക്തനും ധീരനുമായിരിക്കുക. ആ ശക്തിയും ധീരതയും എല്ലാം ടീച്ചറ് ഈ കവാടത്തിങ്കലെ പ്രഖ്യാപിക്കുകയാണ് ശരിക്കും. എന്താ പറയണത്? ഞാനിവിടുന്ന് പോകുമ്പോൾ കർത്താവ് നീ എനിക്ക് സർട്ടിഫിക്കറ്റ് തരും. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസമാണ് സംഭവം. നിങ്ങൾക്കറിയാവില്ല വിശ്വാസം എന്ന് പറയണത് എന്താണ്? എന്തിനാണ് നമ്മൾ വിശ്വസിക്കണത്? വിശ്വസിക്കുന്നു നമ്മൾ, പക്ഷേ എന്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നത്? എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്നത് യേശു കർത്താവാണെന്നാണ്. ദിസ് ഈസ് ദ കോർ ഓഫ് എ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാമ്പെന്ന് പറയുന്നത് എന്താണ്? ജീസസ് ഈസ് ദ ലോർഡ്. യേശു കർത്താവാണ്. യൂണിവേഴ്സിറ്റിയുടെ ഡീനല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. എൻ്റെ മാർക്ക് ലിസ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന സൂപ്രണ്ടല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. ഇപ്പം ഞാനിവിടുന്ന് പോകുമ്പോൾ കർത്താവ് എനിക്ക് ജയിച്ച സർട്ടിഫിക്കറ്റ് തരും. ദാറ്റ് ഈസ് മൈ ഫെയ്ത്ത്. അതാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഉപ്പ് ഇൻസ്റ്റാൾ ചെയ്യണത്. വിശ്വാസ പ്രമാണം ചൊല്ലി. ഇതൊരു ആക്ടിവേഷനാണ്. വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടത് ഇതുപോലെ ചില നടപടിക്രമങ്ങളിലൂടെയാണ്. അതിൻ്റെ ബേസ് നീയും കർത്താവുമായിട്ട് എടുത്ത ഉടമ്പടിയും അതിലും ഉറപ്പിച്ച് നീ വിശുദ്ധിയോട് ജീവിക്കുന്നതാണ് നിൻ്റെ ക്ലെയിം. അങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും ഒത്തിരി. ഈ പരീക്ഷണങ്ങളെല്ലാം നമ്മളെ യേശുവിൽ ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. മനസ്സിലായില്ലേ? പരീക്ഷണങ്ങളുണ്ടാകും. അതാണ് അനേകം കഷ്ടപ്പാടുകളിലൂടെ ഉറച്ചു നിൽക്കണമെന്നും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. വെളിപാട് 3:10 വായിച്ചോളൂ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. വെളിപാട് 3:10 ഒരു വചനമാണ് ഇപ്പോൾ കർത്താവ് തന്നത്. എന്താ വചനം? ഒന്ന് പറഞ്ഞിട്ട് വായിച്ചോളൂ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി പ്രാർത്ഥിച്ച് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ഇതൊരു വാഗ്ദാനമാണ്. ഞാൻ മുമ്പ് പറഞ്ഞു 8552 വാഗ്ദാനങ്ങൾ ഒന്നാണിത്. എന്താണ്? സകല ഭൂവാസികളെയും പരീക്ഷിക്കപ്പെടും. പക്ഷേ പരീക്ഷണ കാലത്ത് എന്താ സംഭവിക്കുന്നത്? പ്രോമിസ് എന്താണ്? ഒന്നിന് പറഞ്ഞോളൂ. പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. മനസ്സിലായില്ലേ? ഇപ്പം എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ സംരക്ഷണം അതിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജോലിയായാലും കടമായാലും ഇനി ഗവൺമെൻറ് ഡോക്ടർ നോക്കിയിട്ട് ഹാർട്ടിന് ബ്ലോക്കാണെന്ന് പറഞ്ഞാലും ചിട്ടിക്കാരൻ വന്നു വെച്ചും ജപ്തിയാണെന്ന് പറഞ്ഞാലും നമുക്കൊരു വാഗ്ദാനമുണ്ട്. എന്താണ്? പരീക്ഷണങ്ങളുടെ സമയത്ത് ഭൂവാസികൾക്ക് എല്ലാം പരീക്ഷ ഉണ്ടാകുമല്ലോ. അല്ല, എല്ലാ മനുഷ്യർക്കില്ല പരീക്ഷ. അതാണ് ഈ പറയണത്.
വെളിപ്പാട് 3:10 ഒന്നിന് വായിച്ചോളൂ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി, ഒന്ന് പറഞ്ഞേ, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ സംരക്ഷിക്കും. മനസ്സിലായില്ല? അത് വാഗ്ദാനമാണ്. നിനക്കൊരു ഫ്ലോപ്പ് സംഭവിച്ചാൽ ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനമാണ്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം, ഈ വാഗ്ദാനത്തിൽ നമ്മൾ അവകാശികളാകുകയാണ്. മനസ്സിലായില്ലേ? ഇതാണ് സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഒന്ന്, പല വ്യത്യാസങ്ങളുണ്ടായാലും ഒന്നിതാണ്. അതായത് ഉടമ്പടി വാഗ്ദാനങ്ങളെ നമ്മൾ അവകാശമാക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ പരീക്ഷണങ്ങളുടെ സാധാരണ എല്ലാ മനുഷ്യർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷേ പരീക്ഷണം ഉണ്ടാകുമ്പോഴും നിന്നെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് കർത്താവ് വാക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ വിശുദ്ധി നോക്കിയിട്ടൊന്നുമല്ല വാക്ക് തന്നിരിക്കണത്. ആണോ? നെവർ നോട്ട്. പിന്നെന്താ സംഭവിച്ചിരിക്കണത്? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് വാഗ്ദാനമുണ്ട്. ഇപ്പോൾ ഉറ്റവർ മരിച്ചാൽ, ഉടയവർ പിരിഞ്ഞു പോയാൽ, നീ വിധവയായാൽ, അല്ലെങ്കിൽ നീ സിംഗിളായിപ്പോയാൽ, എല്ലാത്തിനും കറസ്പോണ്ടിങ് വാഗ്ദാനമുണ്ട്. നിന്നെ നിലനിർത്താൻ വേണ്ടി കറസ്പോണ്ടിങ് വാഗ്ദാനമുണ്ട്. അതുകൊണ്ടാണ് നീ ആ ദൈവത്തിൽ ആശ്രയിക്കാൻ പറയണത്. ആ ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ ജോഷുവയെ ശക്തിപ്പെടുത്തിയ, നമ്മുടെ പിതാക്കന്മാരെ ശക്തിപ്പെടുത്തിയ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ ശക്തിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അവകാശമായി തന്നിരിക്കുകയാണ്. അത് ശക്തിപ്പെടുത്താൻ നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനം ഉണ്ടെങ്കിലും ആ വാഗ്ദാനം നമ്മൾ പ്രാപിക്കണത് ഉടമ്പടി പ്രകാരമാണ്. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താ വെച്ചാൽ, ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മുടെ ജീവിത ചുറ്റുപാടുകൾക്ക് അനപേക്ഷണീയമായ യോജിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ അവകാശികളായി മാറുകയാണ്. ആ അവകാശം ഗ്യാരണ്ടി ചെയ്യണം. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ SLCയെ പാസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? താഴെ എഴുതിയിട്ടുണ്ട്. എൻ്റെ SLC ബുക്കെ പാസ് എന്ന് എഴുതിയിട്ടില്ലേ? താഴെ എഴുതിയിരിക്കണത് എന്താണ്? നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് ക്വാളിഫൈഡ് ആണെന്നാണ്. എന്നിട്ട് എത്ര ശതമാനം പേർക്ക് ഹയർ എഡ്യൂക്കേഷൻ കിട്ടി? അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അതായത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പാസ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് കൺട്രോളർ എക്സാമിന് നമുക്ക് ഒപ്പിട്ട് തരുന്നുണ്ട്. പക്ഷേ ഒപ്പിട്ട് തന്നാലും നമുക്ക് സീറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. എന്താ കാര്യം? ഇവിടെ മത്സരമാണ്. നമ്മളെക്കാൾ കേമന്മാർ കയറിപ്പോകും. പക്ഷെ ഉടമ്പടി വർക്ക് ചെയ്യണ കേമത്വത്തിലല്ല, കർത്താവിൻ്റെ കൃപയിലാണ്. ടീച്ചർ അവിടെ നിന്ന് ഇറങ്ങുന്നും പറഞ്ഞ് മൈഗ്രേഷൻ്റെ എല്ലാ പേപ്പറുകളും കിട്ടും. യൂണിവേഴ്സിറ്റിയിൽ 5-10 ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും, 5-6 ടേബിളിലായിരിക്കും ഈ പേപ്പറെല്ലാം, അല്ലേ? സൂപ്രണ്ട് തൊട്ട് പിയൂൺ വരെ ഡയറക്ടർ വരെ ഇങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണ് പല കാര്യങ്ങൾക്ക് വേണ്ടി പലയിടത്തും. അപ്പോഴേ നമുക്കറിയാം ഗവൺമെൻറ് ഓഫീസിൽ പോകുമ്പോൾ അതിന് ടൈം എടുക്കും. അതിൻ്റെ മുറ പോലെ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത ടേബിളിലുള്ള ആളായിരിക്കും ഒപ്പിട്ട് തരേണ്ടത്. അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടാകത്തില്ല. ചിലപ്പോൾ അങ്ങനെ ലീവിലായിരിക്കും, അതിന് പകരം ആളെ വെച്ച് കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞത്? ടീച്ചർ ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചേച്ചും പറയുകയാണ്, എല്ലാ പേപ്പറും കൊണ്ട് ഈശോയെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാവൂ. തന്നെയല്ല, ജയിച്ച് സർട്ടിഫിക്കറ്റ് എനിക്ക് തരണം. അത് കർത്താവ് തരുമെന്നുള്ളത് ഇവിടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. അതാണ് രസം. ഇതിനകത്ത് എൻ്റെ പ്രോബ്ലം എന്ന് പറയണത്, ഈ ഉടമ്പടിയിലെ പ്രസൻസ് ഒരു പ്രോബ്ലമാണ് എപ്പോഴും. അതെപ്പോഴും നിങ്ങൾ എൻ്റെ മക്കൾ വളരെ ശ്രദ്ധിക്കണം. വേറെ ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ലാത്ത വളരെ ക്ലിയർ കട്ട് ഗ്യാരണ്ടീഡായിട്ടുള്ളൊരു പ്രോമിസാണ് ദ പ്രസൻസ്. അതായത് കൃത്യമായിട്ട് ഐ വിൽ കം വിത്ത് യു. എല്ലാ ഉടമ്പടി ധ്യാനത്തിലും ഞാൻ പറയും. കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിലാണിത് വർക്ക് ചെയ്യണത്. അത് 33:14, ജോഷുവ 1:9, പുറപ്പാട് 33:14, ജോഷുവ 1:9 എന്താ പറയണത്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. എവിടെ പോയി, യൂണിവേഴ്സിറ്റിയിലല്ല, ഏത് സ്റ്റേബിളിൽ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, ബൈ പേഴ്സൺ ഉണ്ടാകും. എന്നിട്ട് ടീച്ചർ ആ സർട്ടിഫിക്കറ്റ് കൈ കിട്ടുമ്പോഴേ ജയിക്കുക മാത്രമല്ല 30 മാർക്ക് കൂടുതലാണ്. അച്ഛൻ എന്താ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വന്നൊരു വഴി കണ്ടില്ലേ? ഇല്ലേ?
ഇവരുടെ അമ്മയുടെ മരണത്തോടു കൂടി ഇവർ ഡൗൺ സീറോ മൈനസിൽ നിന്ന് ഇവർ പതുക്കെ ഓരോരോ കാര്യങ്ങൾക്ക് പതുക്കെ അതിനിടയ്ക്ക് ഓരോ അനുഗ്രഹത്തിന് മുമ്പും ഒരു ടെൻഷൻ ഉണ്ടാവും. അതെങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ദൈവികമായ എല്ലാ ഇടപെടലിന് മുമ്പും നമ്മൾ ഭയങ്കര സംഘർഷത്തിലൂടെയായിരിക്കും. ഞാൻ 2019 ഉടമ്പടി എടുത്തത്. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത്. അവനൊരു നേഴ്സാണ്. അവന് 8 പ്രാവശ്യം IELTS എഴുതി കിട്ടിയില്ല. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ട് അയർലൻഡിൽ കൊടുത്തു, കിട്ടി. MSc പാസ്സായി. അതുകൂടാതെ OET പരീക്ഷയും എഴുതി, അതിലും കിട്ടി. ഇന്നലെ അവൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പേപ്പറുകളും ശരിയായി കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് അമ്മ മാതാവിനും നന്ദിയോടെ സ്തോത്രം പറയുന്നു. പിന്നെ അവൻ്റെ വിവാഹത്തിന് ഒത്തിരി തടസ്സമായിരുന്നു, അതും മാതാവ് നടത്തി തന്നു. പിന്നെ ഞങ്ങൾക്ക് വെള്ളം കയറാത്ത ചില സ്ഥലം വേണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് അത് കാണിച്ചു തന്നു. ആധാരം എഴുതിയില്ല, മെയ് മാസത്തിൽ എഴുതാനിരിക്കുകയാണ്. എല്ലാം മാതാവ് നടത്തി തരുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഉടമ്പടി വെക്കാത്ത പല വിഷയങ്ങളും ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവ് എല്ലാം സാധിപ്പിച്ചു തന്നതിന് മാതാവിനോട് 1000 നന്ദി. ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഷീന ജോർജ്. ഞാൻ കൊടുങ്ങല്ലൂരുള്ള കാരയിൽ നിന്നാണ് വരുന്നത്. 2019 ജനുവരി മാസം എൻ്റെ ഭർത്താവ് ബ്ലഡ് ഛർദ്ദിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പരിശോധനയിൽ ഡോക്ടർ പറഞ്ഞത് ലിവർ സിറോസിസും പിന്നെ കുടലുകളും അന്നനാളവും ആമാശയമൊക്കെ പൊട്ടിയിട്ടുണ്ടെന്നും ബാൻഡ് ഇട്ടിട്ടുണ്ടെന്നും അതൊക്കെ എപ്പോൾ വേണമെങ്കിലും അഴിഞ്ഞു പോകാമെന്നും പറഞ്ഞു. ഞാൻ വളരെയധികം വിഷമിച്ചു. ICUലായിരുന്നു. അപ്പോൾ ഒത്തിരി വിഷമിച്ചപ്പോൾ എനിക്ക് ഇവിടേക്ക് ഞാൻ രാവിലെ 7 മണിക്ക് ഈ കൃപാസനത്തിലേക്ക് ഫോൺ ചെയ്തപ്പോൾ ബ്രദറാണ് ഫോൺ എടുത്തത്. ഫോണിൽ കൂടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര മാറ്റമാണ് ഉണ്ടായത്. ICUന്ന് റൂമിലേക്കാക്കി വേഗം തന്നെ ഡിസ്ചാർജ് ചെയ്യാനും പറ്റി. ഭയങ്കര വലിയ അനുഗ്രഹമാണ് അമ്മ എനിക്ക് തന്നത്. പിന്നെ എൻ്റെ മോൻ BCA പാസ്സാകാനുള്ള കൃപ കിട്ടി. പിന്നെ എൻ്റെ നാത്തുവിൻ്റെ മോന് ഒരു ജോലി തന്ന മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ ഭർത്താവിന് 24 വർഷത്തെ മദ്യപാനമാണ്. ഇന്നുവരെയും അതുണ്ടായിട്ടില്ല. പൂർണ്ണമായിട്ടും മാതാവ് എടുത്തു മാറ്റി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. കൃപാസന അമ്മയ്ക്ക് 1000 കോടി നന്ദി. ഞാൻ 3 മാസമായുള്ളൂ ഉടമ്പടി എടുത്തിട്ട്. ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പേര് തോമസ് ടോം, സ്ഥലം കോട്ടയം ജില്ലയിലെ ആർപ്പുക്കര. അപ്പോൾ ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ ബൈക്കിൽ പോയപ്പോൾ എൻ്റെ ബൈക്കിനെ ഒരു ലേഡി ആക്റ്റീവായി വന്ന് ക്രോസ് ചെയ്യുകയും അവരെ ഇടിച്ച് ഞാൻ ഈ ആകാശത്തോടി പറന്ന് അവരുടെ മേളിൽ കൂടി അങ്ങാപ്പുറ എന്ന് വീഴുകയും പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. അമ്മയുടെ കാശുരൂപം എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. നോക്കിയപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ചെറുവിരലിൻ്റെ മാത്രം ഒരു ചെറിയ പൊട്ടൽ. ഞാൻ നോക്കിയപ്പോൾ ആ ലേഡി അനങ്ങാതെ അവിടെ തന്നെ കിടക്കുകയാണ്, ബോധം പോയി. പിന്നെ പെട്ടെന്ന് അവർ വെള്ളം തെളിച്ച് അവരെ എടുത്തുകൊണ്ട് പോയി. അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്കൊരു ചെറിയ പൊട്ടൽ മാത്രം, ചെറുവിരലിനൊരു പൊട്ടലല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. അമ്മയ്ക്ക് 1000 കോടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഫാദർ മരിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞു. എൻ്റെ സഹോദരങ്ങളും ഞങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ 5 മക്കളാണ്. വീതം വൈ ഒന്നും നടക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പിണക്കത്തിൽ കഴിയുകയായിരുന്നു. ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ അതേപോലെ സ്നേഹത്തിലാകുകയും ഞങ്ങളുടെ വീതം വൈ 5 മിനിറ്റ് കൊണ്ട് സാധിക്കുകയും ചെയ്തു. അമ്മയ്ക്ക് 1000 നന്ദി. അതുപോലെ എനിക്ക് 2 പെൺകുട്ടികളാണ്. അവർ ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുന്നു. മൂത്തയാൾ അവിടെ ഹസ്ബൻഡും നേഴ്സുമാരാണ്. അവർ ഓസ്ട്രേലിയ പോകാൻ വേണ്ടിയിട്ട് ഫയൽ ചെയ്തിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ ഈ മാസം തന്നെ അവരുടെ ഓസ്ട്രേലിയക്ക് പോകാനുള്ള പേപ്പറുകളെല്ലാം റെഡിയായി. ആദ്യം തന്നെ ഓസ്ട്രേലിയക്ക് ആദ്യം ഒരെണ്ണം വന്നു. അത് നോക്കിയപ്പോഴത്തേക്ക്
ഇപ്പോൾ ജോലി ചെയ്യുന്ന കഴിഞ്ഞാൽ മെച്ചമില്ല ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ വീണ്ടും അടുത്തത് വന്നിരിക്കുന്നു. ഇപ്പോൾ ജോലി ചെയ്യുന്ന കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല സാലറിയോടുകൂടി മാതാവിൻ്റെ അനുഗ്രഹത്താൽ കിട്ടി. മാതാവിന് 1000 നന്ദി. അതുപോലെ ഇനി അടുത്ത സാക്ഷ്യം പറയാൻ ഇനിയും വരാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ മോക്ക് ഇതുവരെ കുട്ടികളില്ല, 3 വർഷം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോൾ മാതാവ് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ടാകാൻ ചാൻസ് കുറവെന്നാണ്. എന്നാലും എൻ്റെ മാതാവ് എനിക്ക് തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ പേർക്ക് നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. മാതാവിന് 1000 നന്ദി. സ്വസ്ത്രം. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. 2019 മെയ് മാസമാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത്. വരാനുള്ളൊരു സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ അതിനു മുമ്പും കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടോ അറിയാൻ ശ്രമിച്ചിട്ടോ ഇല്ല. പക്ഷേ 2019 മെയ് മാസം എൻ്റെ മകനിപ്പോൾ 2 വയസ്സായിട്ടില്ല. അപ്പോൾ എൻ്റെ കാലിലൊരു മുഴ പോലെ വരികയും, ഞങ്ങൾ ബാംഗ്ലൂരാണ്, അപ്പം അവിടെ ഡയഗ്നോസ് ചെയ്തപ്പം അതൊരു കുട്ടികൾക്കൊക്കെ വരുന്ന ഒരു RMS റബ്ഡോമയോസർക്കോമ എന്ന് പറയുന്നൊരു ക്യാൻസർ വകഭേദമാണ്. അത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനും ജീവന് തന്നെ ഭീഷണിയാകുന്ന ഒരു തരത്തിലുള്ള ഒരു രോഗാവസ്ഥയാണെന്നും ഡോക്ടേഴ്സ് പറയുകയും അതുപ്രകാരമാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മോനെയും കൊണ്ട് ഇവിടെ വരികയും അന്ന് ജോസഫ് അച്ഛനെ കാണാനുള്ളൊരു അവസരം ലഭിച്ചു. അപ്പോൾ അച്ഛൻ കൊച്ചിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളെ ഈശോയുടെ കുരിശ് രൂപത്തിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, ഈശോ പൂർണ്ണമായി സുഖപ്പെടുത്തും. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ യാതൊരു തടസ്സങ്ങളോ ഒന്നും കൂടാതെ ആ ഒരു പറഞ്ഞ ആ കാലം കൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമാക്കുകയും അത്ഭുതകരമായി മറ്റ് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായി അത്ഭുതകരമായി പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. ഈ കാലയളവിൽ ഞങ്ങൾക്ക് ഏറ്റവും സഹായമായത് ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി വസ്തുക്കളാണ്. അപ്പോൾ എപ്പോഴും കൊച്ചെതിലെയൊക്കെ പോയിരുന്നു. ഇപ്പം ചെക്കപ്പിനാണെങ്കിലും ബ്ലഡ് ടെസ്റ്റിനാണെങ്കിലും കീമോയ്ക്കാണെങ്കിലും റേഡിയേഷനാണെങ്കിലും ഏതൊക്കെ ഹോസ്പിറ്റലിൽ എതിലെയൊക്കെ പോയിരുന്ന ആ സമയത്തൊക്കെ കാശ് രൂപം കൂടെ ഉണ്ടായിരുന്നു. അത് വലിയൊരു ശക്തിയായിരുന്നു. കൂടാതെ എല്ലാ ഭക്ഷണത്തിലും ഉടമ്പടി വെഞ്ചരിച്ച് ഉപ്പ് ചേർത്താണ് പ്രിപ്പയർ ചെയ്തിരുന്നതും കൊച്ചിന് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ വളരെയധികം കൊച്ചിനെ ആ ഒരു കാലയളവിൽ കാത്തു സംരക്ഷിക്കാൻ ഒത്തിരി അനുഗ്രഹപ്രദമായി. രണ്ടാമത് ഉടമ്പടി നിയമമായി വെച്ചത് എൻ്റെ ബ്രദറിൻലോ. അവന് ജോലിയിൽ ഒരുപാട് തടസ്സങ്ങളും കാര്യമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ജോലിയൊക്കെ ഇല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വരുവാനും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനും ഇതുപോലെ ഒരു അവസരം ലഭിച്ചു. ആ അച്ഛനെ കണ്ടതിന് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. ആ ജോലി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമതായിട്ട് ഈ ഒരു കാലയളവിൽ ഈ അസുഖം രോഗാവസ്ഥയിലൂടെയും കോവിഡിൻ്റെ ഒരു കാലത്തിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും വരാതെ അമ്മ മാതാവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഞങ്ങൾക്ക് ഈ അസുഖത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മക്കളെ സഹായിക്കുവാനുള്ള വലിയ മനസ്സും അതിനുള്ള സാഹചര്യവും അമ്മ മാതാവ് ഒരുക്കി തന്നു. ഈ ഒരു കാലയളവിൽ തന്നെ ഞങ്ങൾ 5-6 വർഷമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം വാങ്ങുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അത് ഞങ്ങൾ കണക്കുകൂട്ടിയതിലും വലിയൊരു സ്ഥലം ഞങ്ങൾക്ക് ബാംഗ്ലൂർ വാങ്ങാൻ കഴിഞ്ഞു. ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഭൗതികമായും ആത്മീയവുമായും രോഗമേഖലയിൽ സൗഖ്യവുമായി എല്ലാം ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് സംരക്ഷണത്തെ ഓർത്ത് ഞങ്ങൾ അമ്മ മാതാവിന് ഒത്തിരി അധികം നന്ദി പറയുന്നു. എൻ്റെ പേര് ഡെറിൻ എന്നാണ്. ഞാൻ ആലപ്പുഴ മൗണ്ട് കാർമൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണ്. ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടണമെന്ന്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിനടുത്ത് ഒരു മിനിസ്ട്രിയുടെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു, ദൈവമേ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയിരുന്നെങ്കിലോ എന്ന്. പക്ഷെ അവിടത്തേക്ക് ഇൻ്റർവ്യൂസ് വരുന്നത് വളരെ കുറഞ്ഞേ അവിടെ ഇൻ്റർവ്യൂ വരാറുള്ളൂ. പിന്നെ കുറേ നാൾക്ക് ശേഷം അവിടത്തേക്ക് ഇൻ്റർവ്യൂ വന്നു. അങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു.
ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്, പക്ഷേ എനിക്ക് അത് കിട്ടിയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയില്ല. അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചു. ദൈവമേ, ഒരു നേഴ്സ് എന്നുള്ള ഒരു ഇതിൽ എപ്പോഴും ഒരു സ്മൈലി ആയിട്ടുള്ള ഒരു ഇതാണല്ലോ ഒരു നേഴ്സിന് എപ്പോഴും വേണ്ടത്. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് മമ്മി എനിക്ക് ആ വെഞ്ചരിച്ച ആ രൂപവും തിരിയും ഒക്കെ തന്ന് ഞാൻ അതൊക്കെ വെച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ എനിക്ക് കിട്ടാഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ വിഷമിക്കണ്ട, എന്തെങ്കിലും ഒരു ഇത് കാണാതെ മാതാവ് ഒരു ഇത് ചെയ്യൂല എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നു, ഡെറിൻ ഒന്നും കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമോ എന്ന്. ഞാൻ അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് വൈകിട്ട് തന്നെ എനിക്ക് വന്ന് ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞു. ഇപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് കറക്റ്റ് 1 മാസമായി. എൻ്റെ അടുത്ത് പറഞ്ഞു ഏപ്രിൽ 5-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതി പോകാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറുത്ത കളറിൽ ഇങ്ങനെ ഛർദ്ദിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെയ്യുന്നു. ഡോക്ടർ എൻഡോസ്കോപ്പ് ചെയ്യാൻ പറഞ്ഞു. എൻഡോസ്കോപ്പ് കഴിഞ്ഞു. ബയോപ്സിക്ക് വിട്ടപ്പോഴത്തേക്കും ബയോപ്സിക്ക് വിട്ടത് ഉള്ളിൽ ചെറിയ കുരുക്കൾ പോലെ ഉണ്ടായിരുന്നു. അത് ബയോപ്സിക്ക് വിട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പിന്നെ ക്യാൻസറിൻ്റെ ഒരിതാന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മോൾക്ക് 1 വയസ്സാകുന്നതേ ഉള്ളൂ, അതിന് മുമ്പ് നീ എനിക്ക് എന്ത് ഇത്ര വലിയ ഭാരം തരുന്നു ദൈവം. മമ്മി അറിഞ്ഞ് മമ്മി ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ട്. മമ്മി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും എനിക്ക് എൻ്റെ ഫാമിലിയിലുള്ളവരും എല്ലാവരും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഡോക്ടർ തന്നെ വേറൊരു ഡോക്ടറിനെ കാണാൻ പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ കണ്ടപ്പോഴത്തേക്ക് ആ ഡോക്ടർ പറഞ്ഞു, ഡെറിൻ നമുക്കൊന്നും കൂടെ എൻഡോസ്കോപ്പി ചെയ്ത് ബയോപ്സിക്ക് നമുക്കൊന്നുകൂടെ വിട്ടു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ചിട്ട് അവർ ബയോപ്സിക്ക് വിട്ടു. ബയോപ്സി റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല, ചെറിയൊരു സാധാരണ മുഴകളാണ്, അത് ക്യാൻസറിൻ്റെ ഒന്നുമല്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ 1 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊറോണ വന്ന സമയത്ത് എൻ്റെ മമ്മിയുടെ വയറിങ്ങനെ വീർത്ത് വരുന്നു. അപ്പം മമ്മിക്ക് വേറെ കുഴപ്പമില്ല, വയറിന് ഭയങ്കര വേദന. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയപ്പോഴത്തേക്ക് ഡോക്ടർ ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഡെറിൻ ഇത് 90% ക്യാൻസർ ആവാനാണ് സാധ്യതയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബ്രദർ ഒരു ഡോക്ടറാണ്. അപ്പോൾ ബ്രദറിന് റിസൾട്ടൊക്കെ അയച്ചു കൊടുത്തു. ബ്രദറും ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചപ്പോഴത്തേക്കും അവരും പറഞ്ഞു ഇത് ക്യാൻസർ ആവാനാണ് സാധ്യതയെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മമ്മി മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു ആളാണ് എൻ്റെ മമ്മി. മമ്മി എവിടെ പോയാലും ഈ കാശ് രൂപവും മാതാവിൻ്റെ ഫോട്ടോയും കൊണ്ടാണ് നടക്കുന്നത്. മമ്മി പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല, മാതാവ് എനിക്ക് ഒരു ഇതും വരുത്തത്തില്ല എന്ന് പറഞ്ഞു. തിയേറ്ററിൽ കയറ്റിയപ്പോൾ പോലും മമ്മി ആ രൂപവും ഇതും കൊണ്ടാണ് പോയത്. എന്നിട്ട് ഞങ്ങൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വന്നു. ഞങ്ങളത് ബയോപ്സിക്ക് വിട്ടപ്പോഴത്തേക്കും മമ്മി പറഞ്ഞതുപോലെ തന്നെ ഒന്നുമില്ല, ക്യാൻസറും ഇല്ല, ഒന്നുമില്ല. ഇത്ര വലിയ അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി. ഞാനും എൻ്റെ കുടുംബവും എന്നും അമ്മയോട് കടപ്പെട്ടിരിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പേര് സിസ്റ്റർ മാർഗ്രറ്റ്. ഞാൻ മരിയനാട് തിരുവനന്തപുരം കോൺവെൻറ്റിൽ നിന്ന് വരുന്നു. വിസിറ്റേഷൻ സഭാംഗമാണ്. ഞാനിവിടെ ആദ്യമായി വരാൻ കാരണം എൻ്റെ സഹോദരനാണ്. എൻ്റെ സഹോദരന് കൊറോണ രോഗം പിടിപെട്ട് മരിക്കുമെന്നുള്ള അവസ്ഥയിലായിരുന്നപ്പോൾ ഞാൻ ഞങ്ങളുടെ ഒരു റിലേറ്റീവായ ബ്രദർ എഡ്വേർഡിനെ വിളിച്ചു പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. കൃപാസനത്തിൽ പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ സഹോദരനെ കാണാനായി എൻ്റെ വീട്ടിൽ വന്നു. അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സഹോദരൻ്റെ ഭാര്യയും മറ്റ് സഹോദരങ്ങളും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ കാര്യം എൻ്റെ സഹോദരന് വേണ്ടിയുള്ള പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു. അത് അമ്മ മാതാവും ഈശോയും എനിക്ക് സാധിച്ചു തന്നു. ഇന്ന് പൂർണ്ണമായി അദ്ദേഹം സുഖത്തിലിരിക്കുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ സഹോദരൻ്റെ മകൾക്ക് ഗൾഫിൽ ജോലി ചെയ്യുന്ന എൻ്റെ സഹോദരൻ്റെ മകൾ
അവൾക്ക് 10-20 വർഷമായി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടെങ്കിലും ഇപ്പോൾ അവരുടെ ആശുപത്രിയിൽ പുതിയ നിയമം വന്നു. BSc നഴ്സിംഗ് കുട്ടികളെ മാത്രമേ എടുക്കുകയുള്ളൂ, ബാക്കിയുള്ളവർ തിരിച്ചു പോകണമെന്ന്. അങ്ങനെ അവൾ എന്നെ വിളിച്ച് പറഞ്ഞതിൻ്റെ ഫലമായി ഞാൻ ആ കാര്യവും നിയോഗത്തിൽ വെച്ചിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു മാസം ആകുന്നതിന് മുൻപ് തന്നെ അവൾ വിളിച്ചു പറഞ്ഞു, ആൻറ്റി എനിക്ക് 6 മാസത്തേക്ക് കൂടി നീട്ടിക്കിട്ടിയെന്ന്. അങ്ങനെ കഴിയുകയായിരുന്നു. ആ 6 മാസം ഈ ജൂലൈ 8-നോ 10-നോ തീരും. അപ്പോൾ അതിനുശേഷം വീണ്ടും അവൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് അവൾ BSc നഴ്സിങ്ങിന് പ്രൈവറ്റായി ചേർന്നിരുന്നു. വീണ്ടും ആ ഹോസ്പിറ്റൽ അധികാരികൾ വിളിച്ചു പറഞ്ഞു അവളെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചെടുത്തതായിട്ട്. അങ്ങനെ ആ ഒരു കാര്യവും അമ്മ മാതാവും ഈശോയും എനിക്ക് സാധിച്ചു വന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. മൂന്നാമത്തെ കാര്യമായി ഞാൻ വച്ചിരുന്നത് എൻ്റെ സഹോദരൻ്റെ പേരക്കുട്ടി. അവൻ SSLC പരീക്ഷ ഇന്ന് എഴുതാൻ തുടങ്ങുകയാണ്. അവന് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കണമെന്നും പറഞ്ഞ് ഞാൻ വെച്ചിരുന്നു. അതിൻ്റെ സാക്ഷ്യം നമുക്ക് പിന്നാലെ കേൾക്കാം.